നിങ്ങൾക്കും പഠിക്കാം ഹിപ്നോട്ടിസം വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കും പങ്കുചേരാം ഹിപ്നോസിസിലേക്ക്. നിങ്ങൾക്കും ഒരു ഹിപ്നോട്ടിക് തെറാപ്പിസ്റ്റ് ആവാം. ഹിപ്നോസിസ് എന്നുള്ളത് ആദ്യമായിട്ട് യൂസ് ചെയ്തത് സൈക്കോളജിസ്റ്റുകളാണ്. ഒരു ട്രീറ്റ്മെന്റ് എന്ന രീതിയിലാണ് ഹിപ്നോസിസിനെ ആദ്യമായിട്ട് ഹിപ്നോതെറാപ്പി എന്ന നിലയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചത്. ഇതില് ഒരു അമാനുഷികതയോ ഒരു അതീന്ദ്രമായ ഒരു കാര്യങ്ങളോ ഒരാളും ചെയ്യുന്നില്ല. ഇത് ഏതൊരാൾക്കും ഇത് ചെയ്യാവുന്നതാണ്. ഹിപ്നോസിസ് എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാം. നമ്മുടെ അടുത്ത് വാത്തോരാതെ ഹിപ്നോട്ടിസത്തെ കുറിച്ച് പറയുന്നവരോട് ഒന്ന് ചോദിച്ചു നോക്കുക, എന്താണ് ഹിപ്നോട്ടിസം, എന്താണ് ഹിപ്നോസിസ്, എന്താണ് ഹിപ്നോതെറാപ്പി. ഹിപ്നോസിസ് എന്നുള്ളത് ഒരു അവസ്ഥയാണ്. ട്രാൻസ് എന്ന ഒരു അവസ്ഥ, നമ്മളിപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ, സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് പോലെ തന്നെ ട്രാൻസ് എന്ന ഒരു അവസ്ഥയാണ് ഹിപ്നോസിസ് എന്ന വേർഡ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഹിപ്നോസിസിലേക്ക് എത്തിക്കുന്ന ടൂളിനെ പറയുന്ന പേരാണ് ഹിപ്നോട്ടിസം എന്നുള്ളത്. നോർമലി നമുക്ക് എല്ലാവർക്കും അറിയാം ഹിപ്നോതെറാപ്പി എന്ന് വെച്ചാൽ അതൊരു ട്രീറ്റ്മെന്റ് ആണ്. ഇത് നോർമലി ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയുന്നത് അല്ലെങ്കിൽ കാണുന്നത് നമുക്ക് സ്റ്റേജ് ഹിപ്നോസിസിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ കണ്ട അറിവുകളായിരിക്കാം. ഹിപ്നോസിസ് എന്ന അവസ്ഥ നിങ്ങളിലേക്ക് ഉണ്ടാക്കാനായിട്ട് ഏതൊരു മജീഷ്യനും ഏതൊരു മെന്റലിസ്റ്റിനും കഴിയുന്ന ഒരു കാര്യമാണ് ഹിപ്നോസിസ്. ഞാൻ മുന്നേ പറഞ്ഞു, ഏതൊരാൾക്കും ഏതൊരു പ്രായത്തിലും നമുക്ക് പഠിച്ചെടുക്കാം. അതൊരു ട്രീറ്റ്മെന്റ് ആണ്. ഹിപ്നോതെറാപ്പി എന്നുള്ളത് നമ്മുടെ സെൽഫായിട്ട് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട്, സെൽഫ് ഇംപ്രൂവൈസേഷൻ ആയി കഴിഞ്ഞാലും പ്രൊഫഷണലി നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവൈസേഷൻ വേണമെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും ഇതെടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊരു ഇപ്പോൾ സൈക്കോതെറാപ്പി ആവട്ടെ ഏതൊരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കോൺഷ്യസ് മൈൻഡിലാണെങ്കിൽ, നമ്മൾ ഹിപ്നോതെറാപ്പി ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. കോൺഷ്യസ് മൈൻഡിന്റെയും സബ് കോൺഷ്യസ് മൈൻഡിന്റെയും വ്യത്യാസം നിങ്ങൾക്കറിയാം. കോൺഷ്യസ്ലി നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ കൂടി വന്നാൽ 1-2 മണിക്കൂറോ അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ അത് മേ ബി മറന്നു പോകാം. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരിക്കൽ പേശ് ചെയ്താൽ അത് തീർച്ചയായിട്ടും ലൈഫ് ലോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു സൈക്കോതെറാപ്പിയേക്കാൾ കൂടുതൽ റിസൾട്ട് ഹിപ്നോതെറാപ്പിയിൽ നമുക്ക് കിട്ടുന്നത്. ഇത് ആർക്കൊക്കെ പഠിക്കാം എന്നാണെങ്കിൽ ഏതൊരാൾക്കും പഠിച്ചെടുക്കാം. ഓക്കെ, നോർമലി പഠിക്കാനായിട്ട് അത്രയും ആഗ്രഹവും പഠിച്ചത് ആവർത്തിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരാൾക്ക് ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ഒരു വീണ്ടും പറയുന്നത്, ഇതിലൊരു അതീന്ദ്രിയജാലമൊന്നുമില്ല, അമാനുഷികതയുമില്ല, ഒന്നുമില്ല. പ്യുവർലി സയൻസ് ആണ്. നമ്മൾ സൈക്കോളജിസ്റ്റുകൾ തന്നെയാണ് ഇത് ആദ്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു സംശയവും നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെ കീഴിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. അവർ കൃത്യമായിട്ട് അതിന്റെ സയന്റിഫിക് ആയിട്ട് എല്ലാ വശങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എവിടെ പഠിക്കണം എന്നാണെങ്കിൽ നമ്മുടെ വേച്ചൂനിലേക്ക് സ്വാഗതം. തൃശ്ശൂരാണ്. 6 months കോഴ്സാണ്. ചിലർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയാറുണ്ട്. ചിലർക്ക് എനിക്ക് പേഴ്സണലി ഒന്ന് ഇംപ്രൂവൈസ് ചെയ്യാനാണ് എന്ന് പറയുന്നവർക്ക് അങ്ങനെയും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഗ്രൂപ്പ് വൈസ് നമുക്ക് ചെയ്യണം എന്ന് പറയുന്നവരുണ്ട്. ചിലർ ഇൻഡിവിജ്വലി നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ചിലർ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഇൻഡിവിജ്വലി ചെയ്ത് തരാമോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ഇൻഡിവിജ്വലി ചെയ്തു കൊടുക്കാറുണ്ട്. ഈ ക്ലാസ്സുകൾ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം എബ്രോഡിൻ്റെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പഠിക്കാനായിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സുകളും എടുത്തു കൊടുക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് അവർ എപ്പോഴാണോ നാട്ടിലേക്ക് വരുന്നേ ആ സമയം തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരികയും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. കാരണം നോർമലി നമുക്കറിയാവുന്ന കാര്യമാണ്, സൈക്കോതെറാപ്പീസ് ആണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഞാനൊരു CPT ചെയ്തു, ട്രെയിനിങ് കഴിഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് CPT ചെയ്തു തരട്ടെ അല്ലെങ്കിൽ NLP ചെയ്തു തരട്ടെ എന്ന് പറയുമ്പോൾ നോർമലി ആളുകൾ നമ്മുടെ അടുത്ത് സമ്മതിക്കാറുണ്ട്. അതേസമയം ഞാനൊരു ഹിപ്നോതെറാപ്പി കോഴ്സാണ് പഠിച്ചിരുന്നത്, ഞാൻ നിങ്ങളൊന്ന് തെറാപ്പി ചെയ്യട്ടെ, ഹിപ്നോതെറാപ്പി ചെയ്യട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അയ്യോ വേണ്ട, കാരണം ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ വായിച്ചെടുക്കാനല്ലേ എന്നൊക്കെ പറയുന്നവരാണ് നമുക്ക് ചുറ്റിനും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഹിപ്നോതെറാപ്പി പഠിച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയാറുണ്ട്, എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഇടയിലോ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരൂ, നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ ക്ലാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരാളെ ഹിപ്നോസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ഒരു തെറാപ്പി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തൃപ്തി വരുന്നത് വരെ ഈ കോഴ്സ് എത്ര ടൈം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും
ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്. ഞാൻ ഈ കോഴ്സ് ചെയ്യാനായിട്ട്, സൈക്കോളജി കഴിഞ്ഞ ശേഷം ഈ കോഴ്സ് ചെയ്യാനായിട്ട് ഒരുപാട് പേരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 day വർക്ക്ഷോപ്പ് ആയിരിക്കാം, 3 days വർക്ക്ഷോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ 4 days ആയിരിക്കാം, 2 days. ഇതിനൊക്കെ ഒരുപാട് പേരുടെ അടുത്ത് പോയി എൻ്റെ എക്സ്പീരിയൻസ് മുഴുവൻ ഞാൻ എഴുതി വെച്ച് അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ക്ലാസ്സിൽ കൃത്യമായിട്ട് നോട്ട്സ് തരുന്നുണ്ട്. ഓട്ടോ സജഷനാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമെങ്കിൽ ഓട്ടോ സജഷൻ ഉണ്ട്, ഫുള്ളി നോട്ട്സ് തരും. അതുപോലെ തന്നെ അഡിക്ഷനാണ്, അല്ലെങ്കിൽ സജഷൻസ് വേണം, അല്ലെങ്കിൽ ഡീപ്പ് തെറാപ്പിയിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ആ ഡീപ്പായിട്ട് കൊണ്ടുപോകുന്നതിനും സജഷൻസ് കൊടുക്കുന്നതിനും സജസ്റ്റബിലിറ്റി ടെസ്റ്റിന് എന്താണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ട് നോട്ട്സ് തന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുന്നത്. ഇപ്പോൾ ഹിപ്നോട്ടിക് കൗൺസിലിംഗ് ആണെങ്കിൽ അതിനുണ്ട് നോട്ട്സ്, ഹിപ്നോതെറാപ്പിക്ക് ആണെങ്കിൽ അതിനുണ്ട് നോട്ട്സ്, എല്ലാത്തിനും അപ്പം നോട്ടുകൾ തരും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് എനിക്കത് പൂർണ്ണമായിട്ടും ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഒരു ഹിപ്നോതെറാപ്പിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും എന്ന് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ ഓക്കെ ആകുന്നത്. എന്തായി കഴിഞ്ഞാലും നമ്മുടെ അടുത്തേക്ക് വരുന്ന എല്ലാവരും, ഇപ്പോൾ ഒരു ബാച്ചിലുള്ള എല്ലാ കുട്ടികളും ഒരേപോലെ പെർഫോം ചെയ്യുന്നവരാവില്ല. ചിലർ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കുന്നവരായിരിക്കും, അവർക്ക് സംസാരിക്കാനായിട്ട് ഒരുപാട് കഴിവുകളുള്ളവരായിരിക്കും. ചിലരാണെങ്കിൽ പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ അത്ര വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊരു കോഴ്സിന് ജോയിൻ ചെയ്തു, ആ ഒരു കോഴ്സ് കഴിഞ്ഞു, നിങ്ങൾ ചെയ്ത് ആ കോഴ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ വരികയാണെങ്കിൽ, നോർമലി നമ്മളിപ്പോൾ ഒരു 1 day വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തു വിചാരിക്കും, കോഴ്സ് കഴിഞ്ഞു അല്ലെ, പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് വീണ്ടും ആ കോഴ്സിന് ജോയിൻ ചെയ്യുമെങ്കിൽ നിങ്ങൾ വീണ്ടും പേ ചെയ്തിട്ട് വേണം ആ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ നോർമലി ആ ഒരു കോഴ്സിന് അപ്ഡേറ്റ് ചെയ്തു. പക്ഷേ നമുക്ക് ആ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിലേ പഠിച്ച കാര്യങ്ങൾ എന്തെങ്കിലും സംശയം, നോർമലി നമുക്ക് വീണ്ടും ആ കോഴ്സിന് പൈസ കൊടുത്തിട്ട് മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് കോഴ്സ് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് പോയിട്ട് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഓൺലൈനോ നമുക്ക് ആ സംശയങ്ങൾ അപ്പോൾ തന്നെ ഒരു 10 പൈസ പോലും തരാതെ എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് വീണ്ടും ജോയിൻ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ പുതിയ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഇരിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംശയങ്ങൾ കേൾക്കാം. ഓഫ്ലൈനായിട്ടായാലോ ഓൺലൈനായിട്ടായാലോ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടണേ. ഓക്കെ, ദെൻ ബൈ.